ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ആദ്യത്തെ ബാബു മഅരിഫത്തില്ലാഹി വൽ ഈമാൻ ബിഹി, അള്ളാഹുവിനെ അറിയലും മനസ്സിലാക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കഴിഞ്ഞ ബാബിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട കടമ, അള്ളാഹുവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിൽ ചില വിശേഷണങ്ങളെ പറഞ്ഞു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്ആലുകളെ, ചില പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിൽ അള്ളാഹു കാരുണ്യം ചൊരിയുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ ക്ഷമ, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടായി. അടുത്ത ബാബു ഖൗലില്ലാഹി തആല حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. സൂറത്ത് സബയിലെ 23-ാമത്തെ ആയത്ത് കൊടുത്തിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അടുത്ത ബാബ് കൊടുത്തിട്ടുള്ളത്. ഈ ബാബും അതിനുശേഷമുള്ള ബാബുകളെല്ലാം കിതാബു തൗഹീദിൽ ഇതേ പേരിൽ തന്നെ വന്നിട്ടുള്ളതാണ്. എന്താണ് ഈ ബാബുകളുടെ ഉദ്ദേശം എന്ന് ആദ്യം പറയാം. ഇതിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അടിമ കൊടുക്കേണ്ട അളമത്തും വഖാറത്തിനെയും മനസ്സിലാക്കി തരിക. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുമ്പോൾ ഒരടിമ അള്ളാഹുവിന് നൽകേണ്ട ഗാംഭീര്യമുണ്ട്. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനോട് ചോദിച്ച ചോദ്യമുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം കണക്കാക്കാത്തത്? അതുപോലെ തന്നെ സലഫുകൾ പാപങ്ങൾ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞൊരു വാക്ക് കാണാം, ലാ തൻദുർ ഇലാ സിഗരി ദംബ്, നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്ക് നീ നോക്കരുത്, വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത്, നീ ആരെയാണ് ധിക്കരിക്കുന്നത് അവന്റെ അളമത്തിലേക്ക്, അവന്റെ മഹത്വത്തിലേക്ക്, അവന്റെ ഗാംഭീര്യത്തിലേക്കാണ് നീ നോക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ ഗാംഭീര്യവും അള്ളാഹുവിന്റെ മഹത്വവും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ഉസൂൽ ഈമാൻ എന്നുള്ള കിതാബിൽ ഈ ബാബ് കൊടുത്തിട്ടുള്ളത്. കിതാബ് തൗഹീദിലും ഈ ബാബുകൾ കൊടുക്കാനുള്ള കാരണം, തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം ഒരാൾ നൽകിയിരിക്കണം. ഇനി ആയത്തിന്റെ ആശയം, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, ഫുസ്സിഅ എന്ന് പറഞ്ഞാൽ പരിഭ്രമം എന്നാണ്. ഫസ്അ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഖൽബുകളിൽ നിന്ന് ആ പരിഭ്രമം നീക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഖാലു അവർ പറയും, അവർ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഖാലുൽ ഹഖ്, അപ്പോൾ അവർ പറയും ഹഖാണ് പറഞ്ഞിട്ടുള്ളത്, സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. വഹുവൽ അലിയുൽ കബീർ, അവൻ അലിയാണ്, ഉന്നതനാണ്. അൽ കബീർ, കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളവനാണ്. അപ്പോൾ ഈ ആയത്തിന്റെ പ്രസക്തി മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കുന്ന ഗാംഭീര്യത്തെ അറിയിക്കുന്നതാണ്. ഇനി ഇത് ഈ തലക്കെട്ടിൽ ഇത് ബാബിന്റെ തലക്കെട്ടായിക്കൊണ്ടാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുള്ള ഹദീസുകളാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഹദീസ് വായിക്കാം. عن ابن عباس رضي الله عنهما قال حدثني رجل من أصحاب النبي صلى الله عليه وسلم من الأنصار. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എന്നോട് പറയുകയുണ്ടായി, അന്നഹും ബൈനമാ ഹും ജുലൂസുൻ ലൈലതൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ഒരു ദിവസം, അഥവാ അൻസാരികളായിരിക്കും അല്ലെങ്കിൽ ആ കൂട്ടം സഹാബികൾ ഒരു ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്, ഇദ് റുമിയ ബിനജ്മിൻ ഫസ്തനാറ, ആകാശത്ത് ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തിന്റെ മേലേക്ക് എറിയപ്പെടുകയും അത് ഒരു പ്രകാശിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്തു. റമ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് അർത്ഥം.
ഇത് റൂമിയ ബിനജ്മിൻ ഫസ്തനാറ, ഒരു നക്ഷത്രത്തിലേക്ക് മറ്റൊരു നക്ഷത്രം എറിയപ്പെട്ടിട്ട് അതിങ്ങനെ ഒന്ന് പ്രകാശിക്കുന്നത് കണ്ടു. പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ടാവും, ആകാശത്ത് ചില സമയത്തൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. ഫഖാല, അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മാ കുൻതും തഖൂലൂൻ ഇദാ റുമിയ ബിമിസ്ലി ഹാദാ, നിങ്ങൾ എന്താണ് പറയാറുള്ളത് ആകാശത്ത് ഇങ്ങനെ എറിയുന്നത് കണ്ടാൽ, ഒരു നക്ഷത്രം മറ്റൊന്നിന്റെ മേലെ എറിയപ്പെട്ട് അങ്ങനെ പ്രകാശിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയാറുള്ളത് എന്ന് ചോദിച്ചു. ഇത് എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ല, ചില സന്ദർഭങ്ങളെ കാണാറുള്ളൂ. ഖാലു, അപ്പോൾ നിങ്ങൾ എന്താണ് പറയാറുണ്ടായിരുന്നത്, ജാഹിലിയ കാലത്ത് എന്താണ് പറയാറുണ്ടായിരുന്നത് എന്നാ ചോദിച്ചത്. ഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു, കുന്നാ നഖൂൽ, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, വുലിദൽ ലൈലത അദീമുൻ ഔ മാത അദീമുൻ, കഴിഞ്ഞ രാത്രിയിൽ ഏതോ മഹത്വമുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ മഹത്വമുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരു ആ രീതിയിൽ സ്ഥാനമുള്ള ഒരാൾ മരണപ്പെടുകയോ ജനിക്കുകയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അങ്ങനെ വിശ്വസിക്കാറുണ്ടായിരുന്നു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലം തുർമ ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഈ നക്ഷത്രം ഇങ്ങനെ എറിയപ്പെടുന്നത് ഒരാളുടെ മരണത്തെ കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ ഒരാൾ ജനിച്ചു എന്നതുകൊണ്ടോ ഒന്നുമല്ല. വലാകിന്ന റബ്ബന അസ്സ വജൽ, പക്ഷേ നമ്മുടെ റബ്ബ് ഇദാ ഖദാ അംറൻ, ഒരു കാര്യം തീരുമാനിച്ചാൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ, ആകാശലോകത്ത് അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ, സബ്ബഹത് ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ അവർ എന്ത് ചെയ്യും, തസ്ബീഹ് ചെയ്യാൻ തുടങ്ങും, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങും. അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട്, അവരെ എണ്ണം കൃത്യമായി വന്നിട്ടില്ല എങ്കിലും അന്ത്യനാളിൽ അവർ 8 ആളുകളാണ് എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് 4 എന്നും അതല്ല എപ്പോഴും 8 എന്ന നിലക്കൊക്കെ അഭിപ്രായങ്ങൾ കാണും. എന്നാൽ അന്ത്യനാളിൽ അർശിനെ ചുമക്കുന്നത് 8 മലക്കുകളായിരിക്കും. അങ്ങനെയുള്ള മലക്കുകളുണ്ട്, അവർ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മലക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹുലേക്ക് വളരെ അടുത്തിട്ടുള്ള മലക്കുകളാണ് അക്കൂട്ടർ. حتى يسبح أهل السماء الذين يلونهم حتى يسبح أهل السماء, അങ്ങനെ ഹമലത്തുൽ അർശ് ഈ തസ്ബീഹ് ചെയ്യുമ്പോൾ ആകാശത്തിലുള്ള അല്ലദീന യലൂനഹും, ഹമലത്തുൽ അർശിന്റെ അടുത്തുള്ള മലക്കുകൾ ആരാണോ അവരുടെ അടുത്തുള്ള ആകാശം ഉണ്ടല്ലോ, 7 ആകാശം മുകളിലുള്ളത്, അവിടെയുള്ള മലക്കുകളും തസ്ബീഹ് ചെല്ലാൻ തുടങ്ങും. ഹത്താ യബ്ലുഗ തസ്ബീഹു അഹ്ലസ് സമാഇ ദുനിയ, അങ്ങനെ അതിന് താഴെയുള്ളവർ അങ്ങനെ ദുനിയാവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള 1-ാം ആകാശത്തുള്ള മലക്കുകൾ വരെ ആ തസ്ബീഹ് ചൊല്ലും. അതായത് അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ഹമലത്തുൽ അർശ് അതിൽ തസ്ബീഹ് നടത്തും, പിന്നെ അതിനോട് അടുത്തിട്ടുള്ള 7-ാം ആകാശത്തിലുള്ളവർ, അതിന് താഴെയുള്ളവർ അങ്ങനെ ദുനിയാവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള 1-ാം ആകാശത്തിലുള്ളവർ വരെ തസ്ബീഹ് ചൊല്ലും. ഫയഖൂലു അല്ലദീന യലൂന ഹമലത്തുൽ അർശ്, അങ്ങനെ അർശിനെ ചുമക്കുന്ന ആളുകൾ അവർ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് ഹമലത്തുൽ അർശിന്റെ അടുത്തുള്ള മലക്കുകൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്. ഹമലത്തുൽ അർശ് തസ്ബീഹ് നടത്തിയോണ്ടാണ് താഴെയുള്ളവർ നടത്തിയത്. അപ്പൊ ആ ഹമലത്തുൽ അർശിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന്. ഫയുഖ്ബിറൂനഹും മാദാ ഖാല, അങ്ങനെ ഹമലത്തുൽ അർശിലുള്ള മലക്കുകൾ താഴെയുള്ള മലക്കുകളോട് അറിയിക്കും എന്താണ് അല്ലാഹു തആല കൽപ്പിച്ചത്. ഫയസ്തഖ്ബിറു അഹ്ലുസ് സമാവാതി ബഅ്ദുഹും ബഅ്ദൻ, അങ്ങനെ 7-ാം ആകാശത്തുള്ളവർ അതിന് താഴെയുള്ളവരോട് അങ്ങനെ പരസ്പരം അവർ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യബ്ലുഗൽ ഖബറു അഹ്ലസ് സമാഇ ദുനിയ, അങ്ങനെ ദുനിയാവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ആകാശത്തിലുള്ള ആളുകളുടെ അടുക്കിലേക്ക് അല്ലാഹു എന്താണ് കൽപ്പിച്ചത് എന്നുള്ള കാര്യം അറിയിക്കും. ഫതഖ്തഫുൽ ജിന്നു അസ്സമഅ, ആ സമയത്ത് ജിന്നുകൾ 1-ാം ആകാശത്തിലെത്തുമ്പോൾ ജിന്നുകൾ അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നതിനാ പറയാം, അപ്പൊ കട്ടെടുക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ കേൾക്കും. ഫയുൽഖൂനഹു ഇലാ ഔലിയാഇഹിം, അങ്ങനെ അവർ ആ വാക്കുകൾ അവരുടെ ഔലിയാക്കളുടെ അടുക്കലേക്ക് അതെത്തിക്കും. ഫമാ ജാഹു ബിഹി അലാ വജ്ഹിഹി ഫഹുവൽ ഹഖ്, അങ്ങനെ ആ കാര്യം അവരെ ഔലിയാക്കൾ ഉദ്ദേശിച്ചത് കഹനത്തുകൾ, അറാഫുകൾ, അതായത് ജ്യോത്സ്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ആളുകളിലേക്ക് ഈ കാര്യത്തെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ എത്തിക്കപ്പെട്ട കാര്യങ്ങൾ അത് ഹക്കായിരിക്കും, സത്യമായിരിക്കും. വലാകിന്നഹും യഖ്ദിഫൂന വയസീദൂൻ, പക്ഷേ ആ ജ്യോത്സ്യന്മാർ യഖ്ദിഫൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് കുറെ കാര്യങ്ങൾ ചേർക്കും. വയസീദൂൻ, കൂടുതലാക്കിക്കൊണ്ട് അവർ പറയും. റവാഹു മുസ്ലിം വ തിർമിദി വന്നസായി.
ഈ ഒരു സംഭവം കിതാബ് തൗഹീദിൽ വേറെ റിവായത്താണുള്ളത്, ഒന്നുകൂടി വിശദമായിട്ടുള്ള റിവായത്താണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പനയുടെ മുമ്പിൽ ആകാശലോകത്ത് മലക്കുകൾ ആകാശലോകത്ത് ഉണ്ടാകുന്ന മാറ്റമാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ആകാശലോകത്തുള്ള മലക്കുകളെല്ലാം അതിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ആ കാര്യത്തെ അറിയിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം അഖീദയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം ഉണ്ടായിരിക്കേണ്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നാട്ടിലുള്ള ഈ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തങ്ങന്മാർ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. നാളെ ഇങ്ങനെ നടക്കും, ഇന്ന ആൾക്ക് നാളെ ഒരു അപകടം പറ്റും, ഇന്നൊരു സാധനം കാണാതെ പോയത് ഇന്ന സ്ഥലത്താണുള്ളത്, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അത് അറിയാൻ വേണ്ടി ആളുകൾ പോകാറുമുണ്ട്. സാഹിര്യങ്ങളായിട്ടുള്ള ജ്യോത്സ്യന്മാരായിട്ടുള്ള എല്ലാ രീതിയിലും മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടും. അല്ലാതെ ഓരോ മതത്തിന്റെ ഇടയിലും ഓരോ ആളുകളായിട്ട് ഇതുപോലെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ കാര്യം കിട്ടുന്നത്? എങ്ങനെയാണ് ഈ കാര്യം പറയുന്നത്? അവർ പറയുന്ന കാര്യം ശരിയാകുന്നുണ്ടല്ലോ, നാളെ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ആകുന്നൊക്കെ പറയുമ്പോൾ അത് അറിയുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഗൈബ് അറിയുന്നതാണല്ലോ എന്നുള്ള നിലക്കൊക്കെ ചില ശുബ്ഹത്തുകൾ ചില ആളുകൾക്ക് ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ സംഭവം ഇതിന്റെ കിതാബ് തൗഹീദിലെ റിവായത്തിൽ കാണാം. ഇതെന്താ വിഷയം? എന്താ? ആ നക്ഷത്രത്തെ എറിഞ്ഞ സംഭവമാണല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ജ്യോത്സ്യന്മാർക്കും സാഹിറന്മാർക്കും എല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നാളെ ഇന്ന ആളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഇന്ന പോലെയാണ് ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു തീരുമാനിക്കുമ്പോൾ അത് മലക്കുകൾക്കിടയിൽ അവർ ഒന്നാം ആകാശം വരെയുള്ള മലക്കുകൾ അത് അറിയിക്കും. മാദാ ഖാല റബ്ബുക്കും എന്ന് ചോദിച്ച് ഓരോ മലക്കുകൾ അതറിയും. ഒന്നാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ ജിന്നുകൾക്ക് ഒന്നാം ആകാശം വരെ എത്താനുള്ള എന്തുണ്ട്? അവസരമുണ്ട്. ജിന്നുകൾ മനുഷ്യരെ പോലെയല്ല, അവർക്ക് ചില വ്യത്യസ്ത കഴിവുകളുണ്ട്. ഇവർ ഒന്നാം ആകാശത്തേക്ക് എത്തുകയും അവിടെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം മലക്കുകൾ പറയുന്നത് കട്ട് കേൾക്കുകയും ചെയ്യും. ഇവരെ എറിഞ്ഞോടിക്കാനാണ് യഥാർത്ഥത്തിൽ ആ നക്ഷത്രങ്ങൾ ഈ എറിഞ്ഞോടുക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഈ നക്ഷത്രങ്ങൾ മറ്റൊന്നിന്റെ മേലെ തട്ടുന്നത് നമ്മൾ കാണുന്നത്. കാരണം നക്ഷത്രങ്ങളെ അള്ളാഹു തആല നുജൂമുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ആകാശത്തിന് അലങ്കാരമായിക്കൊണ്ട്. രണ്ട്, ആളുകൾക്ക് ദിശ അറിയാനും സമയം കണ്ടെത്താനും. ഇപ്പൊ കടലിലൊക്കെ പോകുന്ന ആളുകൾക്ക് പണ്ട് കാലത്ത് സമയം അറിയാനും ദിശ അറിയാനും എല്ലാം ആ ഒരു ഇൽമുള്ള നക്ഷത്രങ്ങളെ നോക്കി ഇപ്പൊ എത്ര സമയമായിട്ടുണ്ടാകും അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് ദിശ അറിയാൻ സാധിക്കും. ഫലക്കിയ ഗോളശാസ്ത്രം എല്ലാം അറിയുന്ന ആളുകൾക്ക്. മൂന്നാമത്തെ ഉദ്ദേശം പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയാണ്. ഖുർആനിൽ അല്ലാഹു തആല ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. പ്രകാശിക്കുന്ന ഒരു വസ്തുക്കളായിക്കൊണ്ട് നക്ഷത്രങ്ങളെ കൊണ്ട് നാം ആകാശത്തെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരായത്തിൽ സൂറത്തു സാഫാത്തിലെ ആയത്തുകളിൽ 6 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിസീനത്തിനിൽ കവാകിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നക്ഷത്രങ്ങളെ ആകാശത്തിന്റെ അലങ്കാരമാക്കി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ നക്ഷത്രങ്ങളെ ഈ മൂന്ന് ഉദ്ദേശമുള്ളത്. അപ്പൊ ഇങ്ങനെ കട്ട് കേൾക്കുന്ന സമയത്ത് അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചത്, കട്ട് കേൾക്കുന്ന സമയത്ത് എന്തുണ്ടാകും? ഈ ജിന്നുകളെ എറിഞ്ഞോടിക്കും. അപ്പൊ ചിലർ അതിൽ മുറിഞ്ഞു പോകും. ആ എറിഞ്ഞോടിക്കലിൽ അത് കൂടുതൽ കേൾക്കാൻ സാധിക്കാതെ മുറിഞ്ഞു പോകും. എന്നാൽ കുറച്ച് കേട്ട ആളുകൾ അടുത്ത ആളുകൾക്ക് അറിയിക്കുക വഴി അവരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആരാണ്? ഈ സാഹിറന്മാരും ജ്യോത്സ്യന്മാരുമാണ്. എങ്ങനെയാണ് ഈ ആളുകൾ ജ്യോത്സ്യന്മാരും സാഹിറന്മാരുമായി തീരുന്നത്? എല്ലാ ജ്യോത്സ്യന്മാരും എന്താണ്? സാഹിറന്മാരാണ്. അവർ പിശാചിനെ സേവിക്കുന്നത് വഴി അല്ലെങ്കിൽ ശൈത്താൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി പിശാച് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ചില സഹായങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ ഇവരുടെ അടുത്തെത്തുമ്പോൾ ഇവർ ഈ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെന്താവും? അതിൽ കേട്ട കാര്യങ്ങൾ എന്തായിരിക്കും? ഹക്കായിരിക്കും. ഇപ്പൊ ഈ ഹദീസിന്റെ ഭാഗത്ത് വന്നതുപോലെ, അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ പോലെ ഫമാ ജാഊ ബിഹി അലാ വജ്ഹിഹി ഫഹുവൽ ഹഖ്. അവർ അതിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് അവർ എത്തിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
പക്ഷെ അതോടൊപ്പം കിതാബു തൗഹീദിൽ കൊടുത്തിട്ടുള്ള റിവായത്തിൽ കാണാം 100ഓളം കളവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ജ്യോത്സ്യന്മാരെന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഈ സാഹിറന്മാരൊക്കെ തൗബ ചെയ്ത ആളുകൾ അവരിത് എങ്ങനെയാണ് കേൾക്കുന്നത് എന്നെല്ലാം അവർ പറയാറുണ്ട്. അവരെങ്ങനെയാണ് ഇത് കേട്ടിട്ടുള്ളത് എന്നെല്ലാം. സിഹർ ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിശാച് എത്തിച്ചു കൊടുക്കുന്ന രീതികളൊക്കെ പലരും പറഞ്ഞത് നേരിട്ട് നമുക്ക് കേട്ടിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ കാര്യം. അതല്ലാതെ അവർക്ക് ഗൈബ് അറിയുന്നത് കൊണ്ടോ അദൃശ്യജ്ഞാനം ഉള്ളത് കൊണ്ടോ അല്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഈ ഒരു ബാബിൽ ഈ ഒരു സംഭവം കൊടുക്കാനുള്ള കാരണം ആകാശലോകത്ത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റമാണ്. അത്രയും മലക്കുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് പറയുന്നു ആ വാക്കുകൾ എന്നതാണ് അതിന്റെ ആശയം. ഇനി ഇതേ സംഭവം ഒന്നുകൂടി വ്യക്തമായി വിശദീകരിക്കുന്നതാണ് അടുത്ത റിവായത്ത്. وعن النواس بن سمعان رضي الله عنه قال نواس بن سمعان رضي الله عنه ذكرയാണ് قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു إذا أراد الله أن يوحي بالأمر അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം വഹിയായി കൊണ്ട് ഇറക്കാൻ അല്ലെങ്കിൽ കൽപ്പിക്കാൻ ഒക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തകല്ലമ ബിൽ വഹി അഖദത്തിസ് സമാവാതി മിൻഹു റജ്ഫത്തുൻ അല്ലാഹു തആല ആ വഹി കൊണ്ട് സംസാരിക്കും. അല്ലാഹു സംസാരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ കാര്യം സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് ആകാശം റജ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിറകൊള്ളും. ആ ഗാംഭീര്യം കൊണ്ട് ഒന്ന് വിറകൊള്ളും. ഔഖാല റിഅദത്തുൻ ഷദീദത്തുൻ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു വിറകൊള്ളും അല്ലാഹു തആല സംസാരിക്കുന്ന സമയത്ത്. ഈ ഹദീസിൽ മറ്റൊരു ഫായിദ എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ കലാം എന്നുള്ള സിഫത്ത് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. ആ സംസാരത്തിന് ലഫ്ളുമുണ്ട് ഹർഫുമുണ്ട്. അല്ലാഹു തആല വാക്കോടുകൂടി സംസാരിക്കും എന്നുള്ളത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെയാണ് അത് കേട്ടിട്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിക്കുന്നത്. അപ്പോ തകല്ലമ അല്ലാഹു സംസാരിക്കും. അപ്പോ ആകാശലോകം വിറകൊള്ളും. ഖൗഫൻ മിനല്ലാഹി അസ്സ വജൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാതി സുഇഖൂ ഫഇദാ സമിഅ ദാലിക അല്ലാഹുവിന്റെ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അഹ്ലുസ് സമാവാത്ത് ആകാശത്തിലുള്ളവർ അഥവാ മലക്കുകൾ സുഇഖൂ എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ട് വീണുപോകും. ഔഖാല ഖറു അല്ലെങ്കിൽ അവർ മുഖം കുത്തി വീഴും. ഖറു എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴും. ലില്ലാഹി സുജ്ജദൻ സുജൂദിലായിക്കൊണ്ട് മുഖം കുത്തി സുജൂദിലായിക്കൊണ്ട് വീഴും. ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രായീൽ അലൈഹിസ്സലാം. അവിടെ പിന്നീട് ആ മലക്കുകൾ എല്ലാവരും ബോധം നഷ്ടപ്പെട്ട് വീഴുക അല്ലെങ്കിൽ മുഖം കുത്തി സുജൂദിലായി വീണു കഴിഞ്ഞാൽ ആദ്യമായി അതിൽ തലയുയർത്തുന്നത് ജിബ്രായീൽ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരിക്കും. ഫയുകല്ലിമുഹു അല്ലാഹു മിൻ വഹീഹി ബിമാ അറാദ. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എന്താണോ അല്ലാഹു പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് അല്ലാഹു പറയും, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും. ثم يمر جبرائيل على الملائكة. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ഇടയിലൂടെ ആ വഹയുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും. കുല്ലമാ മറ ബിസമാഇൻ സഅലഹു മലായികതുഹാ. ഓരോ ആകാശത്തിലൂടെയും ഇറങ്ങുമ്പോഴും ആ ആകാശത്തിലുള്ള മലക്കുകൾ ചോദിക്കും മാദാ ഖാല റബ്ബുനാ യാ ജിബ്രായീൽ. ഏ ജിബ്രീൽ എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞത് എന്ന് ചോദിക്കും. ഫയഖൂൽ അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും ഖാലുൽ ഹഖ വഹുവൽ അലിയുൽ കബീർ. ഹഖായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലിയും കബീറുമാണ് എന്ന് പറയും. ഫയഖൂലൂന കുല്ലുഹും അവരെല്ലാവരും എല്ലാ മലക്കുകളും ആകാശലോകത്ത് മിസ്ലമാ ഖാല ജിബ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഇതേ വാക്ക് പറയും. ഫയൻതഹി ജിബ്രീലു ബിൽ വഹി ഇലാ ഹൈസു അമറഹുല്ലാഹു അസ്സ വജൽ. ജിബ്രീൽ അലൈഹിസ്സലാം ആ വഹിയുമായി എവിടെയാണോ ആ വഹി എത്തിക്കാൻ പറഞ്ഞത് കൽപ്പിച്ചത് അങ്ങോട്ടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോവുകയും ചെയ്യും. റവാഹു ഇബ്നു ജരീർ വഇബ്നു ഖുസൈമ വത്തബറാനി വഇബ്നു അബി ഹാത്തിം വല്ലഫ്ദു ലഹു. ഇബ്നു അബി ഹാത്തിമിന്റെ ലഫ്ളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. ഇങ്ങനെ ആ കാര്യത്തെ എത്തിക്കുന്നു എന്നുള്ളത്. അപ്പോ ഈ ഒരു ബാബിൽ അല്ലെങ്കിൽ ഈ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ ഇത് പ്രധാനമായും കൊടുക്കാനുള്ള ഉദ്ദേശം എന്തിലാണ്? അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ആകാശലോകത്ത് മലക്കുകൾക്കുണ്ടാകുന്ന അവസ്ഥയാണ്. അതാണ് ഈ ആയത്തിൽ തലക്കെട്ടിൽ പറഞ്ഞത് ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം. അല്ലാഹുവിന്റെ കൽപ്പന കേട്ട് കഴിഞ്ഞാൽ
ആ പരിഭ്രമം കൊണ്ട് മുഖം കുത്തി സുജൂദിലായി വീണ മലക്കുകൾ പിന്നീട് എഴുന്നേറ്റിട്ടാണ് മാദാ ഖാല റബ്ബുക്കും എന്നുള്ള വാക്ക് ചോദിക്കുന്നത്. അതാണ് ഈ കിതാബിന്റെ ഉദ്ദേശം. കിതാബു തൗഹീദിൽ ഈ ബാബ് കൊടുത്തിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ അറാഫുകൾ, ജ്യോത്സ്യന്മാരും മറ്റും എങ്ങനെയാണ് ഈ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നറിയിക്കാനാണ് കിതാബു തൗഹീദിൽ പ്രധാനമായിട്ടും ഈ ഒരു റിവായത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുടെ ഗാംഭീര്യവും അള്ളാഹുവിന്റെ വാക്കിന് മുമ്പിൽ മനുഷ്യരെക്കാൾ എത്രയോ ശക്തരായിട്ടുള്ള ആ മലക്കുകൾ, അവർക്കുണ്ടാകുന്ന ആ മാറ്റം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ ഉൾക്കൊള്ളാനും അളമത്തിനെ മനസ്സിലാക്കാനുമാണ് ആ ബാബ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബ് ഖൗലില്ലാഹി തആല വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സൂറത്ത് സുമറിലെ 67ാമത്തെ ആയത്താണ് ഈ ആയത്ത്. കിതാബു തൗഹീദിലെ അവസാനത്തെ ബാബാണ് ഈ ആയത്തുമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസാണ്. കാരണം അല്ലാഹുവിലെ ആളുകൾ ശിർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹുവിലെ വിശ്വാസം ഒരാൾക്ക് ദുർബലമാകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ അല്ലാഹുവിനെ ധിക്കരിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണ്? അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, കണക്കാക്കേണ്ടതുപോലെ കണക്കാകാത്തത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം എന്താണ്, അള്ളാഹുവിനെ എങ്ങനെ കണക്കാക്കണം, അതിനറിയിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബു തൗഹീദിൽ 60 ചില്ലാനം ബാബുകൾ, ഓരോ വിഷയങ്ങൾ, തൗഹീദിന്റെ ഓരോ ഭാഗങ്ങളും, ശിർക്കിന്റെ ചെറുതും വലുതും എല്ലാം ചർച്ച ചെയ്തിട്ട് ആ കിതാബ് അവസാനിപ്പിച്ചത് തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ അതിനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഒരു അള്ളാഹുവിന്റെ ഖദർ എന്താണ് എന്നറിയിക്കുന്ന ചില ഹദീസുകളും അസറുകളുമാണ് ഈ ഒരു ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അതിലാദ്യം ഈ ആയത്തിന്റെ അർത്ഥം വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അവർ ഉദ്ദേശിച്ചത് മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഈ ഭൂമി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ഈ ആകാശങ്ങൾ മുഴുവനും അവന്റെ വലതു കരത്തിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്, വ തആല, അവൻ ഉന്നതനാണ്, അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ എത്ര വലുതാണെന്ന് പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ജീവിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ളതാണ് ഭൂമി. ഈ ഭൂമിയിലെ വളരെ കുറഞ്ഞ സ്ഥലത്താണ് മനുഷ്യരുള്ളത്. ഭൂമിയുടെ മൊത്തം വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്താണ് മനുഷ്യരുള്ളത്. അതിൽ തന്നെ കുറഞ്ഞ ഒരു പ്രദേശത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഒരാളായിട്ടുള്ള നമുക്ക് ഈ ഭൂമിയിലെ ഏതൊരു കാര്യം വലിയ ഗൗരവമുള്ള ഒരു കാര്യമായി തീരുമ്പോഴും പ്രാധാന്യമുള്ളതായി തീരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഭൂമിയെ മൊത്തം അള്ളാഹു അവന്റെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിക്കുന്ന, ഈ ആകാശലോകത്തെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ത്യനാളിൽ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഗാംഭീര്യം എത്ര വലുതാണ്, അള്ളാഹുവിന്റെ ഗാംഭീര്യം എത്ര വലുതാണ്, അള്ളാഹുവിനെ ഏത് നിലക്കാണ് നമ്മൾ കണക്കാക്കേണ്ടത്, അതറിയിക്കുന്ന ചില ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول يقبض الله الأرض ويطوي السماء بيمينه, ഭൂമിയെ അല്ലാഹു തആല പിടിക്കും. ويطوي السماء بيمينه, ആകാശത്തെ, യത്വി എന്ന് പറഞ്ഞാൽ ചുരുട്ടും, ആകാശത്തെ ചുരുട്ടി വലതു കരത്തിൽ ചുരുട്ടി പിടിക്കും. ثم يقول, എന്നിട്ട് അല്ലാഹു തആല പറയും, അനൽ മലിക്, ഞാനാണ് മലിക്, അഥവാ രാജാവ് എന്നുള്ള, അധിപതി എന്നോ രാജാവ് എന്ന അർത്ഥത്തിൽ. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ. റവാഹുൽ ബുഖാരി. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂമിയിൽ അഹങ്കാരം കാണിക്കുന്ന, അള്ളാഹുവിനെ ഒരാള് അനുസരിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. അള്ളാഹുവിനോട് കാണിക്കുന്ന കിബർ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് അധിപതി. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ പോയി എന്ന് അള്ളാഹു തആല ചോദിക്കും. ഇതിൽ അള്ളാഹുവിന്റെ യദ്, യമീൻ എന്നുള്ള സിഫത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ഹദീസാണ്. പക്ഷെ ഇവിടെ അള്ളാഹു തആല ഈ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. ഇത് ആശയത്തിലുള്ള ഹദീസുകളാണ് ഇനി വരുന്ന ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്.
وله عن ابن عمر رضي الله عنهما عن رسول الله صلى الله عليه وسلم قال إن الله يقبض يوم القيامة الأرضين وتكون السماوات بيمينه ثم يقول أنا الملك. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം. وفي رواية عنه മറ്റൊരു റിവായത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ أن رسول الله صلى الله عليه وسلم قرأ هذه الآية ذات يوم على المنبر. ഒരിക്കൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്തു. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് പാരായണം ചെയ്തു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹകദാ ബിയദിഹി യുഹസികുഹാ വയുഖ്ബിലു ബിഹാ വയുദ്ബിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. വേറെ ചില അസറുകളിൽ കാണാം ആകാശവും ഭൂമിയും കയ്യിൽ കടുകുമണികൾ ഇട്ട് നമ്മൾ കുലുക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. കൈ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു യുമജ്ജിദു റബ്ബു നഫ്സഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വന്തത്തെ പുകഴ്ത്തി പറയുകയാണ്. അള്ളാഹുവിന് അതിന്റെ അർഹതയുണ്ട്. നമ്മൾ സ്വയം പുകഴ്ത്തി പറയുക, സ്വയം നമ്മൾ തംജീദ് ചെയ്യുക, സനാഹ് ചെയ്യുക യോജിച്ചതല്ല. പക്ഷെ അള്ളാഹുവിന് അതിന് അവകാശമുണ്ട്. അള്ളാഹു പറയണം, അല്ലാഹു തആല സ്വന്തത്തെ പുകഴ്ത്തി പറയുന്നു. അനൽ ജബ്ബാർ, ഞാൻ ജബ്ബാറാണ്, അഥവാ എല്ലാം മഹത്വമുള്ളവൻ എന്ന് മനസ്സിലാക്കാം. അനൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരിക്കുന്നവൻ അഥവാ മഹത്വമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. അനൽ അസീസ്, ഞാനാണ് പ്രതാപമുള്ളവൻ. അനൽ കരീം, ഞാനാണ് ഏതൊരു കാര്യവും ഏറ്റവും ഇക്രാമോടുകൂടി ഏറ്റവും ആദരവോടുകൂടി ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും ആദരവ് കാണിക്കുന്നവൻ എന്ന് അള്ളാഹു പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് فرجف برسول الله صلى الله عليه وسلم المنبر حتى قلنا ليخرن به. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഗാംഭീര്യം കൊണ്ട് ആ മിമ്പർ പോലും വിറച്ചു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് സഹാബി പറയാണ്, ഞങ്ങൾ പേടിച്ചു പോയി ആ മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വീണു പോകുമോ എന്ന് ഞങ്ങൾ പറഞ്ഞു പോകുമാറ് അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറും കൂടി വിറകൊള്ളുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് അള്ളാഹുവിന്റെ ഗാംഭീര്യം അറിയിക്കാം. ورواه مسلم عن عبيد الله بن مقسم أنه نظر إلى عبد الله بن عمر رضي الله عنهما كيف يحكي عن رسول الله صلى الله عليه وسلم قال. ഈ റിവായത്ത് ഉദ്ധരിക്കുന്ന താബി പറയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുക്കുകയായിരുന്നു എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞത്. യഖുദുല്ലാഹു അസ്സ വജൽ സമാവാതിഹി വഅർദിഹി ബിയദൈഹി ഫയഖ്ബിദുഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും അവിടുത്തെ അള്ളാഹുവിന്റെ രണ്ട് കൈകളിൽ പിടിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും അനൽ മലിക്, ഞാനാണ് രാജാവ്. വയഖ്ബിദു അസാബിഅഹു വയബ്സുതുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്താണ്, കൈ ചുരുട്ടി പിടിച്ച് നിവർത്തി കാണിച്ചു കൊടുത്തു. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും അനൽ മലിക്, ഞാനാണ് രാജാവ്. ഹത്താ നദർതു ഇലൽ മിൻബരി യതഹറകു മിൻ അസ്ഫലി ഷൈഇൻ മിൻഹു. ഞാൻ മിമ്പറിലേക്ക് നോക്കുമ്പോൾ ആ മിമ്പറിന്റെ ഏറ്റവും താഴ്ഭാഗം വരെ ഇളകുന്നുണ്ടായിരുന്നു. ഹത്താ ഇന്നി ലഅഖൂൽ, ഞാൻ പറഞ്ഞു പോയി അസാഖിതുൻ ഹുവ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വീഴുമോ എന്ന് വരെ ഞാൻ പറഞ്ഞു പോയി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് ഇത് അള്ളാഹുവിന് കൊടുക്കുന്ന ഗാംഭീര്യം കൊണ്ടാണ് ഈ ഒരു ആയത്ത് പറയുമ്പോൾ ഈ നിലക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷയം, ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും? ഒരു വട്ടുണ്ടാവും, അതിന്റെ അകത്തേ ഉണ്ടാവുള്ളൂ. ഭൂമിക്കകത്ത് നമ്മുടെ ഒരു സർക്കിളിനകത്തേ ഒരു വിഷയം വരുള്ളൂ. നമ്മുടെ ആവശ്യമാവട്ടെ, നമ്മുടെ പ്രശ്നമാവട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടാവട്ടെ. എന്നാൽ ആകാശഭൂമികളുടെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെയും ഈ 7 ആകാശങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗാലക്സികളെയും അതിനെല്ലാം തന്റെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു പറയണം അനൽ മലിക്. എത്ര ഗാംഭീര്യം ഉണ്ട് അതിന്! അള്ളാഹുവിന് കൊടുക്കേണ്ട ആ മഹത്വം, നമ്മുടെ റബ്ബിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഗാംഭീര്യം എത്ര വലുതാണ്. ഇതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, وفي الصحيحين عن عمران بن حسين رضي الله عنه قال. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും. അപ്പൊ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ സഹീഹൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണത്? ബുഖാരി മുസ്ലിം. ഷെയ്ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഖാരി മുസ്ലിം. സഹാബികളിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബികളെ പറ്റി പറയുമ്പോൾ ഷെയ്ഖാൻ എന്ന് പറയും. അതാരെ പറ്റിയാണ് പറയാറുള്ളത്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നിവർ ഓരോ പേരുകൾ പറയും.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ബലു അൽ ബുശ്റ യാ ബനി തമീം. ബനു തമീം ഗോത്രക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. അഥവാ നിങ്ങൾക്കൊരു കാര്യം ലഭിക്കും എന്ന നിലക്ക് പറഞ്ഞു. അപ്പൊ ബനു തമീമുകാർ വിചാരിച്ചു ഭൗതികമായിട്ടുള്ള ദുനിയവി ആയിട്ടുള്ള എന്തോ കാര്യമാണ് കിട്ടാൻ പോകുന്നത് വിചാരിച്ചു. ഖാലു, അപ്പൊ ബനു തമീമുകാർ പറഞ്ഞു, ഖദ് ബശ്ശർതന ഫഅതിന. റസൂൽ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചല്ലോ, ഞങ്ങൾക്ക് എന്തോ കിട്ടും എന്നുള്ളത്. അപ്പൊ ഫഅതിന, ഞങ്ങൾക്ക് എന്നാ വേഗം തന്നാലും ഞങ്ങൾക്ക് നൽകിയാലും എന്ന് പറഞ്ഞു. അതായത് അവർ വിചാരിച്ചത് എന്തോ ഭൗതികമായിട്ട് ഞങ്ങൾക്ക് തരുമെന്ന നിലക്കാണ്. അപ്പൊ വേഗം തന്നോളാൻ പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമൻകാരോട് പിന്നെ ഒരിക്കൽ പറഞ്ഞു, ഇഖ്ബലു അൽ ബുശ്റ യാ അഹ്ലൽ യമൻ. യമൻകാരെ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ യമനിലെ ആളുകൾ പറഞ്ഞു, യമൻകാർ പറഞ്ഞു, ഖാലു ഖദ് ഖബിൽന, ഞങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സന്തോഷ വാർത്ത ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അവരെ പെട്ടെന്ന് നൽകാൻ പറഞ്ഞില്ല. അവർക്ക് മനസ്സിലായി പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന്. കാരണം യമനിലെ ആളുകളെ പറ്റി വേറെയും ഹദീസുകൾ കാണാം. അവരേറ്റവും റിഫ്കുള്ള കൽബിന്റെ ഉടമകളാണ് എന്നുള്ളതെല്ലാം, ഹക്ക് സ്വീകരിക്കാൻ എളുപ്പത്തിൽ സ്വീകരിക്കുന്നവരാണ്, റിഫ്കുള്ളവരാണ് എന്ന് കാണാം. അന്ന് യമനിലുണ്ടായിരുന്ന ആളുകൾ വളരെയധികം അറാബികളെ പോലെയോ മറ്റോ ഒന്നുമല്ല, വളരെ റിഫ്കുള്ള ആളുകളായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ യമനിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഅഖ്ബിർനാ അൻ അവ്വലി ഹാദൽ അംർ. നബിയെ, ഈ സൃഷ്ടിപ്പിന്റെ എല്ലാം ആദ്യത്തെ കാര്യം എന്താണ് എന്നൊന്ന് ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ തുടക്കം, എന്താണ് ഇതിന്റെ ആരംഭം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെയും മുൻപുണ്ടായിരുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തല്ല, സൃഷ്ടിക്കപ്പെട്ടതാണോ? അല്ല. അള്ളാഹുവിന് തുടക്കമുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവസാനമുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാത്തിന്റെയും മുമ്പായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ വകാന അർശുഹു അലൽ മാ. അള്ളാഹുവിന്റെ അർശ് എന്നുള്ളത് വെള്ളത്തിന് മുകളിലായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അള്ളാഹുവിന്റെ അർശ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഏഴാകാശത്തിന് മുകളിൽ കുർസി, അതുപോലെ തന്നെ പിന്നെ ബഹർ, മാ ഉണ്ട്, അതിന്റെ മേലെയാണ് അർശുള്ളത്. അതിൽ ഏതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, അർശാണോ വെള്ളമാണോ അതോ കലമാണോ എന്നുള്ളത് ഹദീസുകൾ വന്നിട്ടുള്ള വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ്. ഏതാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്? കാരണം കലമാണ് ആദ്യം സൃഷ്ടിച്ചതെന്ന് ചില റിവായത്തുകളുണ്ട്. എന്നാൽ അതേസമയം ആ റിവായത്തിൽ തന്നെ അർശുഹു അലൽ മാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അർശ് കലമിന് മുമ്പേ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ട്. പക്ഷേ അർശ് വെള്ളത്തിന് മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തുണ്ടാവണം? വെള്ളം ആദ്യം ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ ഏതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ വിഷയത്തിൽ ചില ചർച്ചകളുണ്ട്. അത് അഖീദയിലുള്ള ഫർഈയായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞു, ആദ്യം അല്ലാഹു തആല ആദ്യമുണ്ട്, എല്ലാത്തിനേക്കാൾ മുമ്പുണ്ട്. അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ്. വകതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ് ദിക്റ കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ അഥവാ അല്ലാഹു തആല എല്ലാത്തിന്റെയും സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ്, അതിന്റെ ഏടുകൾ എങ്ങനെയാണ്, അതിലെ എഴുത്ത് എങ്ങനെയാണ് എന്നെല്ലാം ഇതിലെ ബാബിൽ അടുത്ത ഹദീസുകളിൽ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി. ഈ സൃഷ്ടികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി. ഖാല, എന്നിട്ട് ഇമ്രാൻ ബിൻ ഹുസൈൻ പറയാണ്, ഫഅതാനി ആതിൻ ഫഖാല. ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഇമ്രാൻ, ഇമ്രാൻ, ഇൻഹല്ലത് നാഖതുക മിൻ ഇഖാലിഹാ. നിന്റെ ഒട്ടകം അതിന്റെ കെട്ടിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്, അത് പൊട്ടിച്ചു പോയിട്ടുണ്ട്. ഖാല ഫഖറജ്തു ഫി അസരിഹാ. ഞാൻ അതിന്റെ പിന്നാലെ പോയി. ഒട്ടകം എങ്ങടെ പോയത്? അതിന്റെ അടയാളം നോക്കി ഞാൻ പിന്നാലെ പോയി. ഫലാ അദ്രി മാ കാന ബഅദി. എനിക്ക് ഞാൻ പോകുന്നതിന് ശേഷം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്. അഥവാ എന്താണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ബനു തമീമുകാരോട് പറഞ്ഞതും അഹ്ലി യമനോട് പറഞ്ഞതും. അപ്പൊ യമൻകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താണ് ഈ സൃഷ്ടിപ്പിന്റെ ആദ്യം, എന്താണ് ഉണ്ടായത്, എന്തായിരുന്നു, എന്താണ് ആദ്യം എന്നുള്ള നിലക്ക് ചോദിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, കാന അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെയും മുമ്പുള്ളതാണ്. അല്ലാഹു അവ്വലാണ്, ആദ്യമുള്ളവനാണ്. അല്ലാഹുവിന് മുമ്പ് ഒന്നുമില്ല. അല്ലാഹുവിന് മുമ്പ് എന്നുള്ള ഒരു അവസ്ഥ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കമില്ലാത്തവനാണ്. അപ്പൊ അങ്ങനെയാണ്.
എന്നിട്ട് പറയാണ് വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. പിന്നീട് കാര്യം പറഞ്ഞത് ലൗഹൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടികളുടെ എല്ലാ കാര്യവും ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയുമാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ എന്ത് ചെയ്തിട്ടുള്ളൂ, റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും എന്തുണ്ടായി, ഒരാൾ വന്നിട്ട് ഇമ്രാൻ ബിൻ ഹുസൈനോട് പറഞ്ഞു ഒട്ടകം പൊട്ടിച്ച് ഓടി പോയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. അപ്പൊ ഈ ഹദീസ് എന്തായില്ല, ബാക്കി കേൾക്കാൻ സാധിച്ചില്ല. അപ്പോ ഇതിൽ അള്ളാഹു ആദ്യം ഉണ്ട് എന്നുള്ളതും അള്ളാഹുവിന്റെ അർശ് അത്രയും വലുതാണ് എന്നുള്ളതും ലൗഹുൽ മഹ്ഫൂദിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഇത് പറഞ്ഞത്. ഇനി ലൗഹുൽ മഹ്ഫൂദുമായി ബന്ധപ്പെട്ടും ഖദറുമായി ബന്ധപ്പെട്ടുള്ളതും അടുത്ത ബാബിൽ വിശദീകരിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് അപ്പോൾ കൂടുതൽ ആ കാര്യങ്ങൾ പറയാം. وعن جبير بن محمد بن جبير بن مطعم عن أبيه عن جده قال جبير بن مطعم رضي الله عنه ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. ജുബൈർ ബിൻ മുത്ഇം സഹാബിയാണ്. ആ സഹാബി ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ മകനായ മുഹമ്മദിന്റെ മകനായ ജുബൈർ റിപ്പോർട്ട് ചെയ്യുകയാണ് വല്ലിപ്പയിൽ നിന്ന്. ജാഅ അറാബിയുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഈ ഹദീസ് കിതാബ് തൗഹീദിൽ ഒരു ബാബായിക്കൊണ്ട് മാത്രം ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് മാത്രം ഒരു ബാബായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് ജഹിദത്തിൽ അൻഫുസ്, അല്ലാഹുവേ ആളുകളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ്, വളരെയധികം കഷ്ടപ്പാടിലാണ്. വവാഅത്തിൽ ഇയാലു, കുടുംബമെല്ലാം നാശം സംഭവിച്ച അവസ്ഥയിലാണ്, പട്ടിണിയിലും എല്ലാം ബുദ്ധിമുട്ടിലുമാണ്. വനുഹിക്കത്തിൽ അംവാലു, സമ്പത്തെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. വഹലക്കത്തിൽ അൻആമു, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഫസ്തസ്ഖി ലനാ റബ്ബക്, ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. എന്നിട്ട് പറഞ്ഞു അറാബി ഫഇന്നാ നസ്തശ്ഫിഉ ബിക അലല്ലാഹ്, നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയാണ്, അഥവാ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് ഞങ്ങൾ ശുപാർശ ചോദിക്കുകയാണ്. വബില്ലാഹി അലൈക്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ശുപാർശ ചോദിക്കുകയാണ്. അള്ളാഹുവിനെ മുൻനിർത്തി പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ ദുആ ചെയ്യാൻ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോടും ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശകനായിട്ട് ആരെ വെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശുപാർശകനായിട്ട് ആരെ വെക്കുകയാണ്, അള്ളാഹുവിനെ ഇടനിലക്കാരനാക്കിയിട്ട് വെക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇടനിലക്കാരനായിട്ട് വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈഹക അതദ്രി മാ തഖൂൽ. വൈഹക എന്ന് പറഞ്ഞാൽ ഒരു താക്കീത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. വൈല്, അതുപോലെ വൈഹ്, അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട്. വൈഹക, നിനക്ക് നാശം. അതദ്രി മാ തഖൂൽ, നീ എന്താ പറഞ്ഞത് നിനക്ക് അറിയോ ചോദിച്ചു. നീ എന്താ ഈ പറഞ്ഞത് എന്ന്. وسبح رسول الله صلى الله عليه وسلم فما زال يسبح حتى عرف ذلك في وجوه أصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന്. സഹാബികളുടെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലുന്നതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് വരെ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. ثم قال, എന്നിട്ട് പറഞ്ഞു വൈഹക, നിനക്ക് നാശം. ഇന്നഹു ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ അഹദിൻ മിൻ ഖൽഖിഹി, ഒരിക്കലും അള്ളാഹുവിനെ കൊണ്ട് ഒരു സൃഷ്ടിയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ശുപാർശ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ കൊണ്ട് ഒരു സൃഷ്ടിയിലേക്ക് ശുപാർശ ചെയ്യാൻ പാടില്ല. ശഅ്നുല്ലാഹി അഅ്ദമു മിൻ ദാലിക്, അള്ളാഹുവിന്റെ കാര്യം അതിനേക്കാൾ വലുതാണ്, മഹത്വമുള്ളതാണ്. വൈഹക അതദ്രി മല്ലാഹ്, നിനക്ക് നാശം. നിനക്ക് അറിയുമോ എന്താണ് അള്ളാഹ് എന്ന്? നിനക്കറിയുമോ എന്താണ് അള്ളാഹ് എന്ന്? ഇന്ന അർശഹു അലാ സമാവാതിഹി ലഹാകദാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ അർശ് തന്നെ ആകാശ ലോകത്ത് ഖാല ബി അസാബിഹി മിസ്ൽ ഖുബ്ബത്തി അലൈഹി, ഒരു കാര്യത്തിന്റെ മേലെ ഒരു കുബ്ബ നിൽക്കുന്നത് പോലെ ആകാശത്തെ ഒരു കാണിച്ച് വിരലുകൾ കൊണ്ട് ഒരു കുബ്ബയെ പോലെ ഇങ്ങനെ പൊന്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അർശ് ആകാശത്തിന് മുകളിൽ. വഇന്നഹു ലാ യഇത്തു ബിഹി അതീത അർറഹിൽ ബിറാകിബ്,
ഒരു യാത്രക്കാരനെ കയറ്റിയാൽ വാഹനമൃഗം ഭാരം കാരണത്താൽ അമർന്നു പോകുന്നത് പോലെ അർശ് മുകളിലുള്ളത് കൊണ്ട് ആകാശം അമർന്നു പോയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കാൻ ആദ്യം ചില കാര്യങ്ങൾ അറിയണം, എന്നാലേ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് കാര്യം വ്യക്തമാവുള്ളൂ. അത് ഷഫാഅത്താണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. ശുപാർശ ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ശുപാർശ ചെയ്യാൻ, ഷഫാഅത്ത് നടക്കാൻ 3 ആളുകളാണ് ഉണ്ടാവുക. ഒരു ഷഫാഅത്ത് എന്നുള്ള കാര്യത്തിൽ 3 ആളുകളാണ് ഉണ്ടാവുക. ഒന്ന് മശ്ഫൂഉൻ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ നടത്തുന്നത് അവൻ. 2 ഷഫീഅ്, ശുപാർശകൻ. 3 മശ്ഫൂഉൻ ഇൻദഹു, ആരുടെ അടുക്കലാണോ ശുപാർശ നടത്തപ്പെടുന്നത് അവൻ. ഉദാഹരണം, ഒരു രാജാവുണ്ട്, ഒരു സാധാരണക്കാരനുണ്ട്, ഒരു രാജാവിന്റെ ഒരു പ്രജയുണ്ട്, രാജാവിന്റെ അടുക്കൽ ശുപാർശകനായിട്ട് മന്ത്രിയുണ്ട്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ശുപാർശ നടക്കുന്നത്? പ്രജയ്ക്ക് വേണ്ടിയിട്ടാണ്. അവനാണ് മശ്ഫൂഉൻ ലഹു എന്ന് പറയുന്നത്. ആരാണ് ശുപാർശകൻ രാജാവിന്റെ അടുക്കൽ? ഈ പ്രജയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് ശുപാർശ ചെയ്യുന്നത്? മന്ത്രിയാണ്. ആ മന്ത്രിയാണ് ഷഫീഅ് എന്ന് പറയുന്നത്, ശുപാർശകൻ എന്ന് പറയുന്നത്. ആരുടെ അടുക്കലാണ് ശുപാർശ നടക്കുന്നത്? രാജാവിന്റെ അടുക്കലാണ്. അതാണ് മശ്ഫൂഉൻ ഇൻദഹു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? 3 ആളുകൾ. അപ്പൊ ഈ 3 ആളുകളാണ് ശുപാർശ ഇറക്കാൻ വേണ്ടത്. അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും ഈ ശുപാർശ നടക്കണമെങ്കിൽ മശ്ഫൂഉൻ ഇൻദഹു എന്നുള്ളത് മശ്ഫൂഉൻ ലഹുവിനേക്കാളും ഷഫീഇനേക്കാളും എന്തായിരിക്കണം? മുകളിലായിരിക്കണം. സംശയമില്ലല്ലോ. അപ്പൊ രാജാവ് പോയിട്ട് മന്ത്രിനോട് ശുപാർശ ചെയ്യോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ മശ്ഫൂഉൻ ഇൻദഹു 2 ആളെക്കാളും വലുതായിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശുപാർശകനാക്കി അള്ളാഹുവിനോട് ശുപാർശ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് മഴ പെയ്യാൻ വേണ്ടി. അപ്പൊ മശ്ഫൂഉൻ ലഹു എന്ന് പറഞ്ഞാൽ ആളുകൾ, ആ ചോദിച്ച ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫീഅ്, അല്ലാഹു മശ്ഫൂഉൻ ഇൻദഹു. പക്ഷെ രണ്ടാമത്തെ വാക്കിൽ ആറാബികൾക്ക് വലിയ അറിവുണ്ടാവില്ല. ആറാബി പറഞ്ഞ വാക്കെന്താണ്? വബില്ലാഹി അലൈക്ക്, അള്ളാഹുവിനെ ശുപാർശകനാക്കുന്നു നിങ്ങളുടെ അടുക്കിലേക്ക്. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശുപാർശകനായി വെക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പൊ എന്തായി? മശ്ഫൂഉൻ ഇൻദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷഫീഅ് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? വൈഹക് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു സൃഷ്ടികൾക്കിലേക്ക് ശുപാർശ നടത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പൊ ആ കാര്യം അത്ര ഗൗരവമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക? അള്ളാഹുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശഅനുല്ലാഹി അഅ്ദം, അത് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റേത് അത്ര ഗാംഭീര്യമുള്ളതാണ്. എന്നിട്ട് ചോദിച്ച ചോദ്യമാണ്, വൈഹക തദ്രീ മല്ലാഹ്, നിനക്കറിയുമോ എന്താണ് അള്ളാഹു എന്ന്? അഥവാ അള്ളാഹുവിന് നീ കൊടുക്കേണ്ട ഗാംഭീര്യം എന്താണ്? എന്നിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയാണ്. കയ്യിൽ ആകാശത്തെ കാണിച്ചു. എന്നിട്ട് പറയാണ്, ഈ ആകാശത്തിന് മുകളിൽ അള്ളാഹുവിന്റെ അർശ് എന്നുള്ളത് ഒരു കുബ്ബ പോലെ നിൽക്കുകയാണ്. ആ അർശിന്റെ ഭാരം കാരണത്താൽ ആകാശം തന്നെ അമർന്നു പോയിട്ട്, അത്തീത്ത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞല്ലോ ശബ്ദം ഉണ്ടാകുന്നത്, ആ ശബ്ദം ആകാശ ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ അർശിന്റെ മേലെ ഇസ്തിവാ ചെയ്തിട്ടുള്ള ആളാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിനെയാണോ എന്നിലേക്ക് ഇടനിലക്കാരനായി നീ പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ അറിയിച്ചു കൊടുക്കുകയാണ്. അതായത് അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിൽ എന്തുണ്ടായിരിക്കണം? വജിലത് ഖുലൂബുഹും, മുഅ്മിനീങ്ങളുടെ സിഫത്തായിട്ട് പറഞ്ഞെന്താ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞെന്താ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബിൽ എന്തുണ്ടാകും? ഒരു വജിലത്ത് ഉണ്ടാകും, ഒരു വിറകൊള്ളും. അതെപ്പോഴുണ്ടാവുക? ഒന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം, അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഖൽബ് വിറകൊള്ളുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ ആ ഭയം നിറയുകയും ചെയ്യും. അടുത്ത ഹദീസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ തന്നെ അറിയിക്കുന്ന, ചില അള്ളാഹുവിന് കൊടുക്കേണ്ട ആ സ്ഥാനത്തെയും മഹത്വത്തെയും അറിയിക്കുന്നതാണ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله عز وجل, അള്ളാഹു തആല പറഞ്ഞതായിട്ടുള്ള ഖുദ്സിയായ ഹദീസാണ്. കذبني ابن آدم, മനുഷ്യൻ എന്നെ കളവാക്കുന്നു. അള്ളാഹു പറയാണ് ഖുദ്സിയായ ഹദീസ്. വലം യകുൻ ലഹു ذلك, അവർക്ക് അതൊരിക്കലും അത് യോജിച്ചതല്ല. വശതമനി, അവൻ എന്നെ ആക്ഷേപിക്കുന്നു. ശതമ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക എന്ന നിലക്ക് പറയുന്നതിനാണ്.
കദ്ദബനി ഇബ്നു ആദം മനുഷ്യനെ കളവാക്കുന്നു വലം യകുൻ ലഹു ദാലിക് ആ കളവാക്കുന്ന എന്താണോ ഞാൻ അങ്ങനെയല്ല അല്ലാഹു വശതമനി എന്നെ ആക്ഷേപിക്കുന്നു വലം യകുൻ ലഹു ദാലിക് അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു അവര് പറയുന്ന ആ കാര്യം അത് അങ്ങനെയല്ല അമ്മാ തക്ദീബുഹു ഇയ്യായ അവര് എന്നെ കളവാക്കുന്നത് ഫഖൗലുഹു അവർ പറയുന്നു ലയുഈദനി കമാ ബദഅനി അവർ പറയാണ് മനുഷ്യൻ പറയാണ് എന്നെ മടക്കൂല അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്നെ ഉയർത്ത് മടക്കി കൊണ്ടുവരില്ല ഞാൻ ആദ്യം സൃഷ്ടിക്കപ്പെട്ട പോലെ വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി അല്ലാഹു തആല പറയാണ് ആദ്യം സൃഷ്ടിച്ചു എന്നുള്ളത് ഇവരെ മടക്കി കൊണ്ടുവരുന്നേക്കാൾ എനിക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നു പിന്നെന്താണ് ഇവരിങ്ങനെ പറയുന്നത് വമ്മാ ശത്മുഹു ഇയ്യാ എന്നെ അവർ ആക്ഷേപിക്കുന്നു എന്നുള്ളത് ഫഖൗലുഹു അവർ പറയുന്നു ഇത്തഖദല്ലാഹു വലദൻ അല്ലാഹുവിന് ഒരു മകനുണ്ട് എന്ന് അവർ പറയുന്നു വഅനൽ അഹദു അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഞാൻ അൽ അഹദു സമദാണ് അഹദ് എന്ന് പറഞ്ഞാൽ ഏകനാണ് അസ്സമദ് നിരാശയനായിട്ടുള്ള എന്നാൽ എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന ഒരുവനാണ് അല്ലദീ ലം യലിദ് വലം യൂലദ് ജനിച്ചിട്ടുമില്ല ഒരു സന്താനം ഉണ്ടായിട്ടുമില്ല അല്ലാഹു തആല ഒരാളുടെ മകനായി ജനിച്ചതല്ല അല്ലാഹുവിന് സന്താനവുമില്ല വലം യകുൻ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല അതായത് അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യത്തിന്റെ മറ്റൊരു കാര്യം അറിയിക്കുകയാണ് ഇതിൽ പറഞ്ഞത് മനുഷ്യൻ കളവാക്കുന്നു എന്ന് പറയുന്ന കാര്യം അള്ളാഹു തആല പറയാണ് അവർ കളവാക്കുന്നു കാരണം കാര്യം അങ്ങനെയല്ല എന്താണ് കളവ് മനുഷ്യൻ പറയാണ് ഞാൻ എന്താവൂല മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല എല്ലാ കാലഘട്ടത്തിലും കുഫറിന്റെ ആളുകളുടെ അടിസ്ഥാനമാണത് ഉയർത്തെഴുന്നേൽപ്പ് നിഷേധിക്കുക നബിസ്വല്ലല്ലാഹു കാലത്ത് ഉണ്ടായിട്ടുണ്ട് നബിസ്വല്ലല്ലാഹു കാലത്ത് ഒരു എല്ലിന്റെ കഷ്ണം ഇടിച്ച് കൊണ്ടുവന്നിട്ട് മുഖത്തെ കൂതിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതാണോ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നീ പറയുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അയാളോട് പറഞ്ഞത് അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോ ആദ്യം സൃഷ്ടിച്ച പോലെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതെന്താണ് അള്ളാഹുവിന് മകനുണ്ട് എന്നുള്ളത് ഈ രണ്ടിനും അള്ളാഹു പറഞ്ഞ മറുപടിയിൽ പറഞ്ഞ വാക്ക് നോക്കൂ വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി ആദ്യം സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് ഇവരെ മടക്കി കൊണ്ടുവരുന്നേക്കാളും എനിക്ക് നിസ്സാരമായ കാര്യമായിരുന്നു എന്നുള്ളത് അതായത് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് കളവാക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മറുപടി സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തുണ്ട് അതിന്റെ തഫ്സീർ ഏതെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി കൊണ്ട് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മനോഹരമായിട്ട് ആ സംശയത്തിന് മറുപടി പറയുന്നുണ്ട് പിന്നെ അല്ലാഹു തആല ചോദിക്കുകയാണ് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി മനുഷ്യൻ ഒന്ന് ആലോചിച്ചാൽ മതി എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് അതായത് ഒരാളുടെ ശരീരത്തിലെ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇത്ര കാലം കഴിഞ്ഞ് ജനിച്ചു വീണ് അത് വളർന്നു വന്ന് നമ്മൾ ഇന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിച്ച് നോക്കിയും നമ്മുടെ ജീവിതത്തിൽ 10, 20, 30, 40, 50 വർഷം പിന്നിലോട്ട് ആലോചിച്ച് നോക്കിയും എന്തായിരിക്കും നമ്മൾ ഇനി 10, 50, 60, 100 വർഷം അങ്ങോട്ട് ആലോചിച്ച് നോക്കിയും എന്തായിരിക്കും നമ്മൾ മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ മനുഷ്യനാണ് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരൂല സുബ്ഹാനല്ലാഹ് ഈ നിരീശ്വരവാദികൾ മുൽഹിദീങ്ങൾ കുഫാറുകൾ അവർ പറയുന്നത് അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പൊട്ടത്തരാണ് അവർക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റൂല അത് ഒരു മനുഷ്യനും സാധിക്കൂല അത്രയും എളുപ്പമുള്ള കാര്യമാണ് വിശ്വസിക്കാൻ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നുള്ളത് രണ്ടാമത്തേത് അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്നുള്ള വാദം അതിന് അല്ലാഹു തആല സൂറത്തുൽ ഇഖ്ലാസിലെ വാക്കുകൾ കൊണ്ടാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയ സാഹചര്യം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടു സിഫ് ലനാ റബ്ബക് നിന്റെ റബ്ബിന്റെ വിശേഷണങ്ങളൊന്ന് പറഞ്ഞായോ എന്താണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണത് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് ഏകനാണ് ഒറ്റയാണ് ഒരു പങ്കുകാരുമില്ലാത്ത ഏകനാണ് അസ്സമദാണ് എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്നവനാണ് അതുപോലെ തന്നെ ജനിച്ചവനല്ല മക്കൾ ഉണ്ടായിട്ടുമില്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഗാംഭീര്യത്തെയും അള്ളാഹുവിന്റെ ശക്തിയെയും കഴിവിനെയും മനസ്സിലാക്കുന്നതാണ് അടുത്ത റിവായത്ത് ഇതേ ആശയത്തെ അറിയിക്കുന്നത് തന്നെയാണ് വഫി റിവായത്തിൻ അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ
وأما شتمه إياه فقوله لي ولد وسبحاني أن أتخذ صاحبة أو ولدا رواه البخاري. മറ്റൊരു റിവായത്തിൽ ഇതേ കാര്യം മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നത് എനിക്കൊരു സന്താനമുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനി, അല്ലാഹു തആല പറയാണ് ഞാൻ എത്ര പരിശുദ്ധനാണ്. എന്താണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി എന്ത് ന്യൂനതയും കുറവും ആരോപിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അള്ളാഹുവിന് എന്തെല്ലാം നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സുബ്ഹാനി, അള്ളാഹു പറഞ്ഞു ഞാൻ എത്ര പരിശുദ്ധൻ. എന്തിനെ തൊട്ട്? അൻ അത്തഖിദ സാഹിബതൻ, ഒരു ഇണയെ സ്വീകരിക്കുന്നത്, ഒരു കൂട്ടുകാരിയെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ സ്വീകരിക്കുന്നതിനെ തൊട്ട് ഞാൻ എത്ര പരിശുദ്ധനാണ്. അതിന്റെ ആവശ്യമേ ഇല്ല. ഔവലദൻ, അല്ലെങ്കിൽ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല ഏകനാണ് എന്നറിയിക്കുകയാണ്. അതാണ് ആ ഹദീസിന്റെ റിവായത്ത്. മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്. വലഹുമാ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല. ഈ ഹദീസുകളൊക്കെ കിതാബു തൗഹീദിൽ ഓരോ ബാബുകളായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മനുഷ്യൻ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കുന്നത് കിതാബു തൗഹീദിൽ ഒരു ബാബാണ്. ഇനി പറയുന്ന ഹദീസ് കിതാബു തൗഹീദിൽ ഒരു ബാബാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല പറഞ്ഞു യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനാണ്, ആരോപണങ്ങൾ ഉന്നയിച്ചൊക്കെ ചീത്ത വിളിക്കുന്നു, ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതിനാണ് പറയുന്നത്. യുദീനി യസുബ്ബു ദഹ്റ, അവൻ എന്ത് ചെയ്യുന്നു? കാലത്തെ. ദഹ്ർ എന്ന് പറഞ്ഞാൽ സമയം, കാലം എന്നുള്ള അർത്ഥം. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ദഹ്ർ. ഏതാണ്? മറ്റൊരു പേരെന്താണ്? സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഇൻസാനിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ദഹ്ർ. യസുബ്ബു ദഹ്റ വ അനദ്ദഹ്റു, അവൻ കാലത്തെ ചീത്ത വിളിക്കുന്നു. വ അനദ്ദഹ്റു, ഞാനാണ് കാലം. ബിയദി അൽ അംർ, കാലത്തിന്റെ കൺട്രോൾ എന്നുള്ളത്, നിയന്ത്രണം എന്റെ കയ്യിലാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയാണ്. ഇത് കാലത്തെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യത്തെ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അതിനെ കൺട്രോൾ ചെയ്യുന്ന അള്ളാഹുവിനെ ചീത്ത വിളിക്കലാണ്. അത് മഴയെ ചീത്ത വിളിക്കലാവട്ടെ, കാറ്റിനെ ചീത്ത വിളിക്കലാവട്ടെ, സമയത്തെ ചീത്ത വിളിക്കലാവട്ടെ. കൊടുക്കണ്ടോ? ഇത് കഴിഞ്ഞു ബാബു കഴിഞ്ഞു. 25 മിനിറ്റ് ഇത് കഴിഞ്ഞു. ഇബ്നു ആദം, അപ്പൊ അള്ളാഹുവിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യത്തെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഴയെയോ കാറ്റിനെയോ സമയത്തെയോ ഒന്നിനെ എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ ഇതിൽ പറയാണ് കാലത്തെ ചീത്ത വിളിക്കുന്നു. വാനദ്ദഹർ, ഞാൻ ദഹ്റാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ ബിയദി അൽ അംർ, ഞാനാണ് അതിന്റെ കൈകാര്യകർത്താവ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാലത്തെ രാവും പകലുമായി മാറ്റിമറിക്കുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, വ അനദ്ദഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പേരല്ല എന്ത് അദ്ദഹർ എന്നുള്ളത്. കാരണം ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത് കാലത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അള്ളാഹു ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ രാവും പകലും എല്ലാം തീരുമാനിക്കുന്നതും മാറ്റിമറിക്കുന്നതും ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഈ ബാബിന്റെ ഉദ്ദേശം അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഗാംഭീര്യം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതി അത്രയും മഹത്തായ രീതിയിലാണ്. ഈ ഓരോ ഹദീസും നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക, ആലോചിക്കുക, അള്ളാഹുവിന് കണക്കാക്കേണ്ട മുറപ്രകാരത്തിൽ അള്ളാഹുവിനെ കണക്കാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇശാഇന് ശേഷം വേറെ വിഷയം സംസാരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.